നമ്മൾ എവിടം വരെയാണ് പഠിപ്പിച്ചു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? കേട്ടില്ല. ആരാണ്ട് കടിച്ചു പറിച്ച് എന്തോ പറഞ്ഞു. അമ്മ കേട്ടില്ല. സിറ്റീസ് ഓഫ് മിഡീവൽ വേൾഡ് വരെ പഠിപ്പിച്ചു. മിടുക്കൻ. എന്താ നിന്റെ പേര്? അജ്മൽ. അപ്പൊ അജ്മലിന് മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ? ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യ? ആർക്കും ഓർമ്മയില്ല. അജ്മലിന് മാത്രമേ ഓർമ്മയുള്ളോ? ബാക്കിയുള്ളവരൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഈസ്റ്റേൺ സിറ്റീസ് ആണോ? ഈസ്റ്റേൺ സിറ്റീസ് ആണോ? ആണോ? വീണ്ടും അജ്മൽ. ആ കൊച്ചിറക്കം മാത്രം ഉള്ളോടെ ഇതിനകത്ത്. ബാക്കി എല്ലാരും ഉറങ്ങുവാന്നോ? അതോ ഉറങ്ങുവാന്നോ? ഉറങ്ങുമായിരിക്കും അല്ലേ? അപ്പോ ഈസ്റ്റേൺ സിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. ഈസ്റ്റേൺ സിറ്റീസിന്റെ പ്രധാനം അല്ലെങ്കിൽ പാശ്ചാത്യ നഗരങ്ങളിലേക്ക് കടക്കാണ്. Let us see the regions other than the Western European cities where big cities and commercial centers flourished in the medieval period. ഈസ്റ്റേൺ സിറ്റീസ്, ഈസ്റ്റേൺ നഗരങ്ങളിൽ, പൗരസ്ത്യ നഗരങ്ങളിലാണ് ഏറ്റവും വലിയ നഗരങ്ങൾ ആ സമയത്ത് രൂപീകരിക്കപ്പെട്ടത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന വെസ്റ്റേൺ നഗരങ്ങളെക്കാൾ വളരെ വലിയ നഗരങ്ങൾ ആ ഒരു സമയത്ത് ഈസ്റ്റേൺ ഏരിയാസിൽ ഉണ്ടായി. അതിൽ ഏറ്റവും ഫേമസ് ആണ് ബാഗ്ദാദ്. ഏതാണ്? ബാഗ്ദാദ്. ബാഗ്ദാദ് എന്ന നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ബാഗ്ദാദ്. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് അബ്ബാസിഡ് എംപയർ. അറേബ്യൻ എംപയർ ആയ അബ്ബാസിഡ് എംപയറിന്റെ ക്യാപിറ്റൽ നഗരമായിരുന്നു ബാഗ്ദാദ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് സെന്റർ ഫോർ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടങ്ങളിൽ വ്യാപാര വാണിജ്യ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്ന, വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗരം തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത് ബാഗ്ദാദ് എന്ന് പറയും. The markets of Baghdad were flooded with the rare articles from different parts of the world. ബാഗ്ദാദിന്റെ മാർക്കറ്റിലേക്ക്, ബാഗ്ദാദിന്റെ കമ്പോളങ്ങളിലേക്ക് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ വർക്കുകൾ എത്തിച്ചു. കാരണം അത്രയധികം ഈ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഇമ്പോർട്ടന്റ് ആയ തിങ്സ് ബാഗ്ദാദിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ഒരു കമ്പോളത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്കറിയാം ആ കമ്പോളത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാകും. ആ കമ്പോളത്തിൽ ആളുകൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ്, അല്ലെങ്കിൽ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടാണ് ബോംബെയിലെ ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. എന്തുകൊണ്ട് ഇത്രയും തിരക്ക്? അതിന് കാരണം ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം, ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ ഹെഡ് ആണ് ബോംബെ എന്ന് പറയുന്നത്, അല്ലെ മുംബൈ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാണിജ്യം, ട്രേഡ്, വ്യാപാരം നടക്കുന്ന നഗരങ്ങളിൽ ഒന്ന്. അപ്പൊ ആ നഗരത്തിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ആ നഗരങ്ങളിലേക്ക് ലോകത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവരും എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ബാഗ്ദാദ്. ഒരുവിധം എല്ലാ നഗരങ്ങളിലെയും, എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ വിഭാഗങ്ങളും എവിടേക്ക് എത്തിച്ചേർന്നു? ബാഗ്ദാദിലേക്ക് എത്തിച്ചേർന്നു. ഫോർ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വാണിജ്യ വ്യാപാരത്തിന് വേണ്ടി. മറ്റൊരു കൊമേഴ്ഷ്യൽ സെന്റർ ആണ്, ഇതും നിങ്ങൾക്ക് പുതിയ ഒരു സെന്റർ അല്ല,
കോൺസ്റ്റാന്റിനോപ്പിൾ. റോമ സാമ്രാജ്യത്തിൽ നമ്മൾ റോമൻ എംപയറിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു പേരാണ് ഏതെന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റന്റൈൻ എന്ന രാജാവ് നാമകരണം ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോമ സാമ്രാജ്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ഇന്നത്തെ ഇസ്താംബുൾ. ഇന്നത് ഇസ്താംബുൾ എന്നാണ് അറിയപ്പെടുന്നത്. തുർക്കിയുടെ കയ്യിൽ നിന്നും പോയതിനു ശേഷം അത് ഇസ്താംബുൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. The commodities coming through the Silk Route and Spice Route. അപ്പൊ നമ്മൾ ആ വാണിജ്യ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് റൂട്ടുകളായിരുന്നു. ഒന്ന് സിൽക്ക് റൂട്ടും മറ്റൊന്ന് സ്പൈസ് റൂട്ടും, അല്ലെ? അതായത് പട്ടുതുണിപ്പാതയും സുഗന്ധ വ്യഞ്ജനപ്പാത. ഈ രണ്ട് പാതകൾ അല്ലെങ്കിൽ ഈ രണ്ട് റൂട്ടുകളും കണക്ട് ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് മീഡിയേറ്റിംഗ് പോർഷൻ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയും. ഈ രണ്ട് പ്രദേശങ്ങളും കടന്നുപോയത് കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയാണ്. അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പോലെ തന്നെ മറ്റു നഗരങ്ങളും സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും കടന്നുപോയതിന്റെ പേരിൽ ഫേമസ് ആയ മറ്റു നഗരങ്ങളും നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈസ്റ്റേൺ നഗരങ്ങളായിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് ബസാറ, അടുത്തത് ഏദൻ, മെക്ക, മസ്കറ്റ്, ഡമാസ്കസ് ആൻഡ് സൂറത്ത്. ഈ നഗരങ്ങളെല്ലാം തന്നെ സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും കണക്ട് ചെയ്ത് പോയ നഗരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാര വാണിജ്യ മേഖലകളിൽ ഏറ്റവും പ്രശസ്തമായ നഗരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതൊക്കെയാണ്? ബസാറ, ഏദൻ, മെക്ക, മസ്കറ്റ്, ഡമാസ്കസ് ആൻഡ് സൂറത്ത്. വെരി ഗുഡ്. സോ ഇത്തരം നഗരങ്ങൾ വളർന്നു വന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ് എന്ന് നമുക്കറിയാം. അതിന്റെ പ്രധാന കാരണം ട്രേഡ് തന്നെയാണ്. വ്യാപാര വാണിജ്യമാണ് ഇത്തരം നഗരങ്ങൾ വളർന്നു വരാനുണ്ടായ സാഹചര്യം എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്, അല്ലെ? വ്യാപാര വാണിജ്യങ്ങൾ വളർന്നു വന്നതിന്റെ പേരിൽ തന്നെയാണ് ഇത്തരം നഗരങ്ങൾ വളർന്നു വന്നത്. അപ്പൊ ഈ വ്യാപാര വാണിജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സംഘടന എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു പരിപാടി ഈ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ദാറ്റ് ഈസ് ഗിൽഡ്. അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ഗിൽഡ്. ഗിൽഡ്. എന്താണ് ഗിൽഡുകൾ എന്ന് നമുക്ക് നോക്കാം. See, guilds were the association of experts in different occupational sectors. വിവിധ തൊഴിൽ മേഖലകളിലുള്ള തൊഴിൽ വിദഗ്ധരുടെ കൂട്ടങ്ങളായിരുന്നു ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള തൊഴിലാളികളുടെ കൂട്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗിൽഡുകൾ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഗിൽഡുകൾ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. Guilds were the associations of experts in different occupational sectors. വിവിധ തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കൂട്ടമായിരുന്നു ഗിൽഡുകൾ എന്ന് പറയുന്നു. ഗിൽഡുകൾ പ്രധാനമായും രണ്ട് എണ്ണമായിരുന്നു. ഗിൽഡുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാൻ സാധിച്ചു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഗിൽഡ് എന്ന് പറയുന്നത് മെർച്ചന്റ് ഗിൽഡ്.
ഏതാണ്? മെർച്ചന്റ് ഗിൽഡ്, അതായത് വ്യാപാരികളുടെ ഗിൽഡ്. മെർച്ചന്റ് ഗിൽഡ്. രണ്ടാമത്തത് ക്രാഫ്റ്റ് ഗിൽഡ്. മെർച്ചന്റ് ഗിൽഡും ക്രാഫ്റ്റ് ഗിൽഡുമായിരുന്നു ആ രണ്ട് ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് വ്യാപാരികളുടെ ഗിൽഡും രണ്ടാമത്തത് കരകൗശല വിഭാഗം, അതായത് ഈ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവരുടെ ഗിൽഡ്. ഇങ്ങനെ രണ്ട് തൊഴിൽ കൂട്ടങ്ങളായിരുന്നു ഉണ്ടായത്. അപ്പോ എന്താണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്? എന്തിനായിരുന്നു ഗിൽഡ്? ഇപ്പൊ ഗിൽഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഗിൽഡ് എത്ര തരമെന്ന് നമ്മൾ പറഞ്ഞു. മെർച്ചന്റ്സിന് ഒരു ഗിൽഡ്, വ്യാപാരികൾക്ക് ഒരു ഗിൽഡ് ഉണ്ടായിരുന്നു. അതുപോലെ ആർട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവരുടെ വിദഗ്ധരുടെ ഒരു കൂട്ടം, അവരുടെ ഒരു തൊഴിൽ കൂട്ടവും ഉണ്ടായി. അപ്പൊ അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഗിൽഡ്? എന്തായിരുന്നു ഗിൽഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? Why? Factors which led to the formation of the guilds. ഗിൽഡ് രൂപീകരണത്തിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങൾ ഉണ്ടായി. The factors, ചില സാഹചര്യങ്ങൾ. Why? എന്തിനായിരുന്നു ഈ തൊഴിൽ ഗ്രൂപ്പുകളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് മിഡീവൽ കാലഘട്ടത്തിൽ, അതായത് മധ്യകാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നത്? അതിന്റെ ആൻസറിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് പോയിന്റ് ചെയ്ത് പറയാം. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ റാപ്പിഡ് ഇൻക്രീസ് ഓഫ് ട്രേഡ്. ഇതായിരുന്നു ഒന്നാമത്തെ കാരണം. എന്തുകൊണ്ട് ഗിൽഡുകൾ, എന്തുകൊണ്ട് തൊഴിൽ കൂട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാരണം ദ റാപ്പിഡ് ഇൻക്രീസ് ഓഫ് ട്രേഡ്. വ്യാപാരത്തിന്റെ വളർച്ച. വ്യാപാരം വളർന്നു വളരെ പെട്ടെന്ന് വ്യാപാര മേഖലയിൽ സ്പൈസ് റൂട്ടും സിൽക്ക് റൂട്ടും ശക്തമായതോടെ ഈസ്റ്റേൺ നഗരങ്ങളിലെ വ്യാപാര മേഖല വളരെ പെട്ടെന്ന് വളർന്നു. അതോടെ തൊഴിൽ കൂട്ടങ്ങളുടെ ആവശ്യം ഉണ്ടായി. അടുത്ത കാരണം the formation of specific occupational sectors. അത് ഇമ്പോർട്ടന്റ് തിക്കാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒക്കുപേഷണൽ സെക്ടർ ഒന്നുമില്ല, എല്ലാ മേഖലയിലും അവർ തൊഴിലെടുക്കും. എന്നാൽ കാലം കടന്നുപോയി മധ്യകാലമായപ്പോഴേക്കും ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ വളർന്നു വരാൻ തുടങ്ങി. ചില ആളുകൾ ചില മേഖലയിൽ അവന്റെ കഴിവ് തെളിയിക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പോ മോട്ടോർ ബൈക്ക്, നമ്മുടെ ബൈക്കുകൾ ഉണ്ടല്ലോ, ബൈക്കുകൾ ശരിയാക്കുന്നവർ കാർ ശരിയാക്കാറുണ്ടോ? ഏതെങ്കിലും ബൈക്ക് വർക്ക്ഷോപ്പിൽ കാർ കൊണ്ടിട്ട് അവർ നേരെയാക്കി തരുമോ? ഇല്ല. കാരണം ബൈക്ക് വർക്ക്ഷോപ്പിൽ അവൻ ചെയ്യുന്ന അവന്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് ബൈക്കുകൾ ശരിയാക്കുക എന്നുള്ളതാണ്. കാർ വർക്ക്ഷോപ്പിൽ അവന്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് കാറുകൾ ശരിയാക്കുക എന്നുള്ളതാണ്. നേരെ തിരിച്ചായാലും നടക്കില്ല. ഒരു ബൈക്ക് കൊണ്ടത് ഒരു കാർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ബൈക്ക് ശരിയാക്കി തരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ഒക്കുപേഷണൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്നു. ദ ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ഒക്കുപേഷണൽ സെക്ടേഴ്സ് ഇൻ മിഡീവൽ വേൾഡ്. മധ്യകാല ലോകത്ത് ചില സ്പെസിഫിക് ആയ ചില പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ചില പ്രത്യേക തൊഴിൽ മേഖലകൾ ഉയർന്നു വന്നു. ഓരോരുത്തരും അവർക്ക് കഴിയുന്ന മേഖലകളിൽ തൊഴിൽ ചെയ്യുവാൻ തുടങ്ങി. അടുത്തത് the excessive taxation and exploitation. ഈ തൊഴിലാളികൾ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന, അതായത് നമ്മുടെ ഈ മധ്യകാലഘട്ടത്തിലെ തൊഴിലാളികൾ ഓരോ സ്പെസിഫിക് ഒക്കുപേഷണൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓരോ പ്രത്യേക തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്തിരുന്നവർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു എക്സസീവ് ടാക്സേഷൻ
ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഉയർന്ന നികുതി. ഇവരിൽ നിന്നും വളരെ വലിയ രീതിയിൽ നികുതി, ടാക്സ് കളക്ട് ചെയ്തിരുന്നു, പിടിച്ചു പറിച്ചിരുന്നു എന്ന് വേണം പറയാൻ. And also exploitation, they faced exploitation. ഇവർ വളരെ വലിയ രീതിയിൽ ചൂഷണത്തിനും ഇരയായിരുന്നു. അപ്പോ വളരെ ഉയർന്ന തലത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും ടാക്സ് മേടിച്ചിരുന്നു. അതുപോലെ തന്നെ വളരെ ശക്തമായ രീതിയിൽ ചൂഷണത്തിനും ഇവർ ഇരയായിരുന്നു. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ട് ഗിൽഡുകൾ ഉയർന്നു വന്നു. എന്താ പറയുക, ഞാൻ ഇവിടെ ക്ലാസ്സിലാണ്, ഞാൻ വിളിച്ചാൽ കേൾക്കുന്നത്. സോ അടുത്തത് ദ സെൻസ് ഓഫ് ഓർഗനൈസേഷൻ. അടുത്തത് അവരിങ്ങനെ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു, തങ്ങൾ നികുതി അധികമായി അടയ്ക്കേണ്ടി വരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ, ഇതിൽ നിന്നും എങ്ങനെ മോചിതമാകാമെന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് ഒരു ചിന്ത വരികയാണ്, ടു ഓർഗനൈസ്. എന്ത് ചെയ്യാം? ഒരുമിച്ച് നിൽക്കാം. അപ്പൊ നമുക്കറിയാം, ചില തൊഴിൽ മേഖലകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടവർ സമരം ചെയ്യാറുണ്ട്, അല്ലെ? ചെയ്യാറില്ലേ? ഇപ്പോ ഏതെങ്കിലും ഒരു ഷോപ്പ്, കട ഉടമയ്ക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ ആ പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളി, അതായത് ഈ മെർച്ചന്റ് അസോസിയേഷൻസ് ഉണ്ട്, അവർ ഉടൻ തന്നെ സമരത്തിലാണ്. ഇപ്പൊ ബസ് പ്രശ്നം നേരിടുന്നു, ഉടൻ തന്നെ ബസ് ഓണേഴ്സിന് അസോസിയേഷൻ ഉണ്ട്, ബസ് ഡ്രൈവേഴ്സിന് അസോസിയേഷൻ ഉണ്ട്, ബസ് കണ്ടക്ടേഴ്സിന് അസോസിയേഷൻസ് ഉണ്ട്. അപ്പൊ അത്തരം സംഘടനകൾ അവർക്ക് വേണ്ടി നിരത്തിലാണ്. അപ്പം അവകാശങ്ങൾ പിടിച്ചു മേടിക്കുക, അതായത് ഇത്തരം അസോസിയേഷൻസിന്റെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത് തൊഴിലാളികൾക്ക് ഇത്തരം അസോസിയേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തങ്ങൾക്ക് എന്തുകൊണ്ട് ഓർഗനൈസ് ചെയ്തുകൂടാ എന്ന് തൊഴിലാളികൾ ചിന്തിക്കുകയും അവർ ഓർഗനൈസ് ചെയ്യപ്പെടുകയും ചെയ്തത്. ഓർഗനൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സംഘടനയായി മാറിയപ്പോൾ അവർക്ക് ചില ലക്ഷ്യങ്ങളും ഉണ്ടായി. They have some certain aims. ചില ഇമ്പോർട്ടന്റ് ആയ ലക്ഷ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇപ്പോ ഓരോ സംഘടനയ്ക്കും, ഓരോ തൊഴിൽ സംഘടനയ്ക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാകും. പ്രധാനമായും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഏത് തൊഴിൽ മേഖലയുടെ സംഘടനയാണോ ആ തൊഴിൽ മേഖലയെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ടീച്ചേഴ്സിന്റെ സംഘടന, ഡോക്ടേഴ്സിന് ശമ്പളം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന്റെ സംഘടന പോയി ഡോക്ടേഴ്സിന് വേണ്ടി സമരം ചെയ്യൂടെ? ഒരിക്കലും ഇല്ല. അവിടെ അതിന് ഡോക്ടേഴ്സിന്റെ സംഘടന ഉണ്ട്, അല്ലേ? ഉണ്ട്. അപ്പൊ ഓരോ തൊഴിൽ മേഖലയ്ക്കും അവരുടേതായ ചില എയിമുകൾ ഉണ്ടാകും, അവരുടെ സംഘടനയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകും. അതുപോലെ നമ്മുടെ ഗിൽഡുകൾക്കും ഉണ്ടായിരുന്നു ചില ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ചില ഇമ്പോർട്ടന്റ് ആയ ചില എയിംസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത് ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോർപ്പറേഷൻ. പരസ്പര സഹായവും സഹകരണവും ഉറപ്പുവരുത്തുക. ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോർപ്പറേഷൻ, പരസ്പര സഹായവും സഹകരണവും ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് ദ മാർക്കറ്റ്. കമ്പോളത്തിന്റെ കുത്തക അവരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മൊണോപ്പൊളി, മെയിൻറ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് ദ മാർക്കറ്റ്സ്. കമ്പോളങ്ങളുടെ കുത്തക മെയിൻറ്റെയിൻ ചെയ്യുക, മൊണോപ്പൊളി മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തത് അറ്റൈൻമെന്റ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി. സാമ്പത്തികമായി സുസ്ഥിരത, സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുക. ഇങ്ങനെ 3 ലക്ഷ്യത്തോടെ, 3 എയിമോടെയാണ്
നമ്മുടെ ഗിൽഡുകൾ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോർപ്പറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. രണ്ട്, മെയിൻറ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് ദ മാർക്കറ്റ്, കമ്പോളങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ ആ കമ്പോളങ്ങളുടെ കുത്തക തങ്ങളുടെ കൈകളിൽ തന്നെ സുരക്ഷിതമാക്കി വെക്കുക. അറ്റൈൻമെന്റ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി, തങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിരത, തങ്ങളുടെ കൂടെയുള്ളവരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുക, അവരെ ചൂഷണങ്ങളിൽ നിന്നും അവരെ എക്സസീവ് ടാക്സേഷനിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു ഗിൽഡുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോ മെർച്ചന്റ് ഗിൽഡുകൾ എന്ന് പറയുന്നത് മെർച്ചന്റ്സിന്റെ ഗ്രൂപ്പാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു? ക്രാഫ്റ്റ് ഗിൽഡുകളും ഉണ്ടായിരുന്നു. അപ്പൊ ക്രാഫ്റ്റ് ഗിൽഡ്സ് വേർ അസോസിയേഷൻ ഓഫ് ഡിഫറെന്റ് ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ ഓഫ് ദ മെഡീവൽ പീരിയഡ്. പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചില ആർട്ടിസൻസ്, കലാകാരന്മാരുടെയും കരകൗശല മേഖലയിൽ തൊഴിൽ വൈദഗ്ധ്യം ഉള്ളവരുടെയും ഒക്കെ കൂട്ടായ്മയായിരുന്നു ക്രാഫ്റ്റ് ഗിൽഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒക്കുപേഷണൽ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഈ തൊഴിൽ കൂട്ടങ്ങളിൽ ലെതർ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, കാർപ്പന്റേഴ്സ്, അതായത് നമ്മുടെ ആശാരിപ്പണിയില്ലേ, നമ്മുടെ എന്താ പറയുന്നത്, തടിപ്പണി, അവരുണ്ടായിരുന്നു, ബ്ലാക്ക് സ്മിത്ത്, ഇരുമ്പ് പണിക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ വിഭാഗത്തിലും അതത് മേഖലയിൽ ഏത് മേഖലയാണോ അവർ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിലുള്ളവർക്ക് അതത് രീതിയിലുള്ള സെപ്പറേറ്റ് ഗിൽഡുകളായിരുന്നു. അതായത് ഇപ്പോ ലെതർ വർക്കേഴ്സിന്റെ ഗിൽഡിൽ ഒരിക്കലും ഒരു ബ്ലാക്ക് സ്മിത്ത് ഉൾപ്പെടത്തില്ല. ലെതർ വർക്കേഴ്സിന്റെ ഗ്രൂപ്പിൽ ലെതർ വർക്കേഴ്സ് മാത്രമേ ഉണ്ടാകൂ. ബ്ലാക്ക് സ്മിത്ത് അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരുടെ ഗ്രൂപ്പിൽ അവർ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ ഓരോ തൊഴിൽ മേഖലയ്ക്കും ഓരോ ഗിൽഡുകളും രൂപീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ പതുക്കെ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഗിൽഡുകൾ എന്ത് ചെയ്തു? ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഗിൽഡുകൾ ഇല്ലാതാകാൻ ഉണ്ടായ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 കാരണങ്ങൾ ആണ് ഗിൽഡുകൾ നശിച്ചു പോയതിന് കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ. എന്തുകൊണ്ട് ഗിൽഡുകൾ ഇല്ലാതായി എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ഒന്നാമത് പറയാൻ കഴിയുന്ന കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ? അല്ലെങ്കിൽ വ്യാവസായ വൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതുകൊണ്ട് എന്താണ് ഗിൽഡുകൾക്ക് കുഴപ്പമെന്ന്? See, you want to think one thing. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്, വ്യാവസായിക വൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ ലേബർ മെഷീൻ വിൽ സ്റ്റാർട്ട് their jobs. മനുഷ്യർക്ക് പകരം മെഷീൻസ് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ 10 മനുഷ്യൻ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ഒരു മെഷീൻ ചെയ്യുന്നു എന്നത് തന്നെയാണ് അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലേബേഴ്സിന്റെ ആവശ്യം വരുന്നില്ല, ഏതെങ്കിലും ഒരു വിദഗ്ധന്റെ ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ വളരെ മനോഹരമായി ഒരു തടിയിൽ അദ്ദേഹം കൊത്തുപണി ചെയ്തെടുക്കുകയാണ്, അതിന്റെ ആവശ്യം വരുന്നില്ല, മെഷീൻ കൊണ്ട് അത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആ ഒരു തൊഴിൽ മേഖല നശിക്കുകയാണ്. അല്ലെങ്കിൽ ഇരുമ്പ് ശാലയിൽ ഇരുമ്പുരുക്കി അടിച്ച് പരത്തി സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അതിന്റെ ആവശ്യം വരുന്നില്ല, മെഷീൻസ് വളരെ സിമ്പിളായി സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അവിടെ വിദഗ്ധന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ?
ഇല്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് വേണമെങ്കിലും പറ്റും. അവൻ ആ മെഷീൻ വർക്ക് ചെയ്യിച്ചാൽ പഠിച്ചാൽ മതി. അപ്പോ മെഷീൻസ് കടന്നു വന്നതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ പല തൊഴിൽ വൈദഗ്ധ്യരും അല്ലെങ്കിൽ തൊഴിൽ വിദഗ്ധരും പതുക്കെ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. പണ്ട് വളരെ ഫേമസ് ആയ ഒരു തൊഴിൽ വിഭാഗമാണ് ഈ വിശറി ഉണ്ടാക്കുന്നവർ. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. വിശറി എന്ന് കേട്ടുണ്ടോ? വിശറി ഇങ്ങനെ സ്റ്റാൻഡ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ വീശിയിരുന്ന സാധനമാണ് ഈ വിശറി എന്ന് പറയുന്നത്. അപ്പൊ അതിന് അന്ന് വളരെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം ഒരു വിശറിയെങ്കിലും ഇല്ലാത്ത വീടുകളില്ലായിരുന്നു. ചൂടത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു പരമ്പായിൽ ഡിസൈൻ ചെയ്തുണ്ടാകുന്ന ഈ വിശറി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഒരു തൊഴിൽ മേഖല ഉണ്ടായിരുന്നു. പക്ഷേ ഫാനുകൾ വന്നു, AC വന്നു, കൂളർ വന്നു, ടവർ ഫാൻ വന്നു. പിന്നെ വിശറിയുടെ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും ആ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യും? അവരുടെ വരും തലമുറയ്ക്ക് ആ തൊഴിൽ കൈമാറില്ല. കാര്യം കൈമാറിയിട്ട് കാര്യമില്ല. അപ്പൊ പതുക്കെ ആ തൊഴിൽ മേഖല ഇല്ലാതാകും. പിന്നെ അവിടെ ഗിൽഡിന്റെ ആവശ്യമുണ്ടോ? ഒരു തൊഴിൽ മേഖല ഇല്ല, പിന്നെ ഗിൽഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നാളെ ഒരു സമയത്ത് ഈ ഇരുമ്പ് പണികൾ ചെയ്യാൻ വിദഗ്ധമായ ഇരുമ്പ് കയറ്റി വിട്ടാൽ മതി, നമ്മൾ പറയുന്ന രൂപത്തിലുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു തരുന്ന ഒരു മെഷീൻ രൂപീകരിക്കപ്പെട്ടാൽ പിന്നെ അത് അടിച്ചു പരത്തി ഉണ്ടാക്കുന്ന ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും അവരുടെ ഗ്രൂപ്പുകളും എന്നത്തേക്കുമായി നശിക്കും. ഇപ്പം ഈ ചില സയന്റിഫിക് മേഖലകൾ പറയാറുണ്ട്, ടീച്ചേഴ്സിന് പകരം റോബോട്ട്സുകളെ ഉപയോഗിക്കുന്ന സ്കൂളുകളുണ്ട്. അതിലൊരു ഫേമസ് ആയ സ്കൂൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ബാംഗ്ലൂരിലുള്ള സ്കൂൾ. അവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ ടീച്ചേഴ്സ് ടീച്ചിങ് ചെയ്യുന്നത് റോബോട്ട്സ് ആണ്. അപ്പൊ അതിനെ സഹായിക്കുക എന്നുള്ള ജോലി മാത്രം, ആ റോബോട്ടിനെ സഹായിക്കുക എന്ന ജോലി മാത്രമേ ഉള്ളൂ അവിടെ ടീച്ചർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക്. അപ്പൊ നാളെ ഒരു സമയത്ത് ഈ മനുഷ്യർ പഠിപ്പിക്കുന്നതിന് പകരം റോബോട്ട്സ് പഠിപ്പിക്കും എന്നാണ് പറയുക. അപ്പൊ പിന്നെ ടീച്ചേഴ്സിന്റെ സംഘടനയ്ക്ക് അവിടെ വല്ലതും ചെയ്യാറുണ്ടോ? റോബോട്ട്സിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും. അങ്ങനെ ടീച്ചേഴ്സ് എന്ന സംഘടനയ്ക്ക്, ടീച്ചേഴ്സ് എന്ന വിഭാഗം ഇല്ലെങ്കിൽ പിന്നെ സംഘടനയ്ക്ക് വല്ല ജോലിയുണ്ടോ? പിന്നെ ആ സംഘടന ഇല്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഗിൽഡുകൾക്കും സംഭവിച്ചത്. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യാവസായികവൽക്കരണം വന്നതോടുകൂടി പല തൊഴിൽ മേഖലകളും നശിപ്പിക്കപ്പെട്ടു. തൊഴിൽ വൈദഗ്ധ്യർ മറ്റു തൊഴിലുകളിലേക്ക് പോയി. അതോടെ ഗിൽഡുകളുടെ ആവശ്യമില്ലാതായി. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സയൻസ്. ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ വളർച്ച. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വളരുമ്പോൾ പല തൊഴിൽ മേഖലകളും നഷ്ടപ്പെടും. പണ്ട് ഈ ടൈപ്പ് റൈറ്റർ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഈ എഴുതി കൊടുത്ത് പൈസ കൊടുക്കുമ്പോൾ അവരെ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് അപേക്ഷകളും മറ്റുമൊക്കെ എഴുതി തരും. എന്നാൽ ടൈപ്പ് റൈറ്റർ എന്ന സാധനം വന്നതോടുകൂടി ആ എഴുതി തരുന്നവരുടെ ആ വിദഗ്ധർ അവര് മൂലയ്ക്കായി. കാര്യം പിന്നീട് ടൈപ്പ് റൈറ്ററുടെ യുഗമായിരുന്നു, ടൈപ്പ് ചെയ്ത് എടുക്കുന്നു. എന്നാൽ പിന്നീട് കമ്പ്യൂട്ടർ കണ്ടെത്തിയതോടുകൂടി ടൈപ്പ് റൈറ്ററും ഒരു മൂലയ്ക്കായി. കാരണം ടൈപ്പ് റൈറ്ററിൽ ആകെ ടൈപ്പ് ചെയ്യാനേ പറ്റൂ, ഡിസൈനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡിസൈൻ ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ല. ഏത് ഡിസൈനിലേക്ക് വേണമെങ്കിലും നീ ചെയ്യുന്ന വർക്കിനെ മാറ്റാൻ കഴിയും. അങ്ങനെ ഒരു വ്യത്യാസം ആർക്കുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഡിസൈനിങ് ഒക്കെ വന്നതോടുകൂടി, കമ്പ്യൂട്ടർ ഒക്കെ വന്നതോടുകൂടി ടൈപ്പ് റൈറ്റർ എന്ന യുഗവും അവസാനിച്ചു. ആ തൊഴിൽ വൈദഗ്ധ്യരും ഇല്ലാതായി. അപ്പൊ ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക മേഖല വളരുന്നതിനനുസരിച്ച് പല തൊഴിൽ മേഖലകളും നഷ്ടമാകും. പിന്നെ അവിടെ അതിന്റെ ഗിൽഡിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ശാസ്ത്ര സാങ്കേതിക മേഖല അതിന്റെ ഉച്ചസ്ഥായിയിൽ വളർന്നു നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ടീച്ചിങ്ങിന് ഒരു ടീച്ചർ തന്നെ കുട്ടികൾക്ക് ആവശ്യമില്ലാതെയാകും. ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഞങ്ങൾക്ക് ഒരു ടീച്ചറുടെ ആവശ്യം? ബിക്കോസ്
ഗൂഗിൾ ഉണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ, എന്ത് കാര്യം വേണമെങ്കിലും ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അങ്ങനെ സ്കൂളിൽ വന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഇല്ല പോട്ടെ, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പല മേഖലകളും മധ്യലോകത്ത് നശിച്ചു. പിന്നെ അവിടെ ഗിൽഡുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും പതുക്കെ നമ്മുടെ ഗിൽഡുകൾ എന്നേക്കുമായി ഇല്ലാതായി. എന്നിരുന്നാലും ഗിൽഡുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില റെസ്പോൺസിബിലിറ്റീസ്, ചില ചുമതലകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഗിൽഡുകളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗിൽഡുകളുടെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? ഗിൽഡുകളുടെ ചുമതലകൾ പറയുമ്പോൾ അതിൽ ഒന്നാമതായി പറയാനുള്ളത് ഫ്രെയിമിംഗ് ലേബർ ലോസ് ആണ്. തൊഴിൽ നിയമങ്ങൾ, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. തൊഴിലാളികളെ ഓവർ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും, ഉയർന്ന തൊഴിൽ ചൂഷണത്തിൽ നിന്നും തൊഴിലാളികളെ രക്ഷിക്കുക എന്നതായിരുന്നു ആ ചുമതലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫ്രെയിമിംഗ് ലേബർ ലോസ്, തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കി. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലാളികളെ അവരുടെ വൈദഗ്ധ്യം അനുസരിച്ച് തരം തിരിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ബ്ലാക്ക് സ്മിത്ത് മാത്രമേ വരൂ, ക്രാഫ്റ്റ്സ്മാൻ എന്ന ഗ്രൂപ്പിൽ ക്രാഫ്റ്റ്സ്മാൻ മാത്രമേ വരൂ, കാർപ്പന്റർ എന്ന ഗ്രൂപ്പിൽ കാർപ്പന്റർ മാത്രമേ വരൂ. അങ്ങനെ തൊഴിൽ വൈദഗ്ധ്യം അനുസരിച്ച് ഓരോ വ്യക്തികളുടെയും തൊഴിൽ വൈദഗ്ധ്യം, അവൻ ഏത് മേഖലയിലാണോ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിൽ വൈദഗ്ധ്യം അനുസരിച്ച് ഡിവൈഡഡ്, അവർ എന്ത് ചെയ്യപ്പെട്ടു? തരം തിരിക്കപ്പെട്ടു. അതും ഗിൽഡുകളുടെ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടു. അടുത്തതെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഓരോ തൊഴിൽ ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി, അതിന്റെ നിലവാരം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നത് ഗിൽഡുകളാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകൾക്ക്, ഉൽപ്പന്നങ്ങൾക്ക് നിലവാര തകർച്ച ഉണ്ടായിട്ടില്ല. ഡിറ്റർമൈനിങ് ദ മോഡ് ഓഫ് സെയിൽ, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എങ്ങനെ വിൽക്കണം, എന്ത് രീതിയിലാണ് ഇത് വിൽക്കേണ്ടത്, എവിടെയാണ് ഇത് വിൽക്കേണ്ടത്, ആർക്കാണ് ഇത് വിൽക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും ഗിൽഡുകളായിരുന്നു. ഫിക്സിംഗ് ഓഫ് പ്രൈസസ്, സാധനങ്ങളുടെ വില നിശ്ചയിച്ചിരുന്നതും ഗിൽഡുകളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിക്കുന്നത് കണക്ക് വില കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഡിറ്റർമൈനിങ് വർക്കിംഗ് അവേഴ്സ്, തൊഴിൽ സമയം, യെസ് ആരാണ്? തൊഴിൽ സമയം കൃത്യമായി ഡിറ്റർമൈൻ ചെയ്തിരുന്നത് ഗിൽഡുകളാണ്. ഗിൽഡുകൾ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, ആ ടൈം വരെ മാത്രം തൊഴിലാളികൾ വർക്ക് ചെയ്താൽ മതിയായിരുന്നു. അവരെ ഓവറായിട്ട് വർക്ക് ചെയ്യിക്കുവാനോ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യിക്കുവാനോ അനുവദിച്ചിരുന്നില്ല. അപ്പൊ ഇത്രയുമായിരുന്നു ഗിൽഡുകളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയും. അപ്പൊ നമ്മള് ഗിൽഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഗിൽഡുകൾ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഗിൽഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഗിൽഡ് എന്നുള്ളതാണ്. ഗിൽഡ്സ് വേർ ദ അസോസിയേഷൻസ് ഓഫ് എക്സ്പേർട്സ് ഇൻ ഡിഫറെന്റ് ഒക്യുപേഷണൽ സെക്ടർ. ഇതാണ് ഗിൽഡ് എന്ന് പറയുന്നത്. വിവിധ മേഖലകളിൽ തൊഴിൽ വൈദഗ്ധ്യം നേടിയവരെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ സംഘടനയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. മെർച്ചന്റ് ഗിൽഡും ക്രാഫ്റ്റ് ഗിൽഡും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് അവരുടെ എന്തൊക്കെയായിരുന്നു ഗിൽഡ് രൂപീകരണത്തിലേക്ക് നയിച്ച ജോബുകൾ, അല്ലെങ്കിൽ അവരുടെ ആ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഗിൽഡുകളുടെ എയിം, ഗിൽഡുകളുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ, ഗിൽഡുകളുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ജോലികൾ എന്തൊക്കെയായിരുന്നു. ഇത്രയുമായിരുന്നു ഗിൽഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അടുത്ത നമുക്ക് പറയാനുള്ളത് അബൌട്ട് മിഡീവൽ എഡ്യൂക്കേഷൻ, മധ്യകാല വിദ്യാഭ്യാസം. മിഡീവൽ എഡ്യൂക്കേഷൻ, മധ്യകാല വിദ്യാഭ്യാസം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
The expansion of basic education, universities, Greco-Roman knowledge and Islamic knowledge were the features of the medieval age. അത് അണ്ടർലൈൻ ചെയ്തു. മിഡീവൽ ഏജ് അല്ലെങ്കിൽ മധ്യ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് ആയിരുന്നു ഒന്ന് ബേസിക് എഡ്യൂക്കേഷൻ, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കി. യൂണിവേഴ്സിറ്റീസ്, ഉന്നത പഠനത്തിനായി കലാലയങ്ങൾ, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ബോൾഡോണ, ഇതൊക്കെ ആ സമയത്ത് രൂപീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആണ്. Then Greco-Roman knowledge, ഗ്രീസിന്റെയും റോമന്റെയും സങ്കര ഇന വിവരങ്ങൾ അല്ലെങ്കിൽ നോളജ് ആൻഡ് ഇസ്ലാമിക് നോളജ്. ആ സമയത്തെ പഠനത്തിന്റെ വളരെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകതയായിരുന്നു ഇസ്ലാമിക് നോളജ് എന്ന് പറയും. ഇത്രയുമാണ് മിഡീവൽ പീരീഡിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് many schools sprang up during this period. ഈ ഒരു സമയത്ത് ഒരുപാട് വിദ്യാലയങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ പോലും ഏറ്റവും ഫേമസ് ആയ യൂണിവേഴ്സിറ്റി ആയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ആരംഭിച്ചത് മധ്യകാലഘട്ടത്തിലാണ്. അപ്പോ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടി, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഈ സ്കൂളുകളിൽ ഗ്രാമർ, ലാറ്റിൻ, ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലോസ് ഓഫ് നേച്ചർ, ഇങ്ങനെ 7 സബ്ജക്റ്റുകളാണ് പഠിപ്പിച്ചിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ 7 സബ്ജക്റ്റുകളാണ്. അപ്പൊ അത് ഒന്നാമതായി അവർ ഉദ്ദേശിച്ചിരുന്നത് ഗ്രാമർ, ലാംഗ്വേജ് ഗ്രാമർ പഠിപ്പിച്ചിരുന്നു. ലാറ്റിൻ ലാംഗ്വേജ്, അന്നത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ഭാഷയായ ലാറ്റിൻ ലാംഗ്വേജ് പഠിപ്പിച്ചിരുന്നു. ആസ്ട്രോണമി, നമ്മുടെ ജ്യോതിശാസ്ത്രം, ജ്യോതിർഗോളങ്ങളെ കുറിച്ച് പഠന വിഷയമാക്കിയിരുന്നു. ലിറ്ററേച്ചർ, സാഹിത്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്ന വിഭാഗം പഠനത്തിന് സാധ്യമാക്കിയിരുന്നു സാഹിത്യം. ഫിലോസഫി, ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വശാസ്ത്രം, തത്വചിന്തകൾ. ഇപ്പൊ നമ്മുടെ ഈ IAS IPS ഒക്കെ പഠിക്കാൻ പോകുന്നവർ മിക്കവാറും എടുത്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്. ഇത്തിരി തലയുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ്. പിന്നെ ഇത് പഠിക്കുന്നതെന്ന് പറയുന്നത് ടീച്ചർമാരാണ്. ടീച്ചേഴ്സ് ആവാൻ പഠിക്കുന്ന സമയത്ത് അവരുടെ ഒരു പേപ്പറാണ് ഫിലോസഫി, തത്വശാസ്ത്രം. നമുക്ക് മിക്കവാറും ഈ ടീച്ചേഴ്സ് ആയിട്ട് പഠിക്കാൻ പോകുന്നവർ രണ്ടാമത് എഴുതേണ്ടി വരുന്ന ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറും അങ്ങനെ ആയിരുന്നല്ലേ? ഇല്ല, എനിക്ക് ആദ്യമേ കിട്ടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആദ്യം കിട്ടിയായിരുന്നു സാധനം. സാധാരണ ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തോറ്റു പോകുന്നത്, ഫിലോസഫി. ദെൻ മാത്തമാറ്റിക്സ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സാധാരണ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാറുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ സാധാരണ നമ്മുടെ പ്രാർത്ഥനയിൽ മിക്കവാറും ആണല്ലേ, സാധാരണ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മിക്കവാറും കൊണ്ടുവരുന്നത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്ന സാറിനെ ആയിരിക്കും. സാധാരണ ഞാനൊക്കെ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഈശ്വര ഇന്നെങ്കിലും സാറ് വരല്ലേ, സാറിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കേണ്ട, വരുന്ന വഴിക്ക് കാണിക്കാതെ എന്നൊക്കെയായിരുന്നു എന്റെ പ്രാർത്ഥനകളിൽ പെട്ടിരുന്നത്. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അല്ലെ? നല്ല കാര്യം, നല്ല ബുദ്ധിമുട്ട്. ഓക്കെ, അടുത്തത് ലോസ് ഓഫ് നേച്ചർ, നമ്മുടെ പ്രകൃതിയുടെ നിയമങ്ങൾ പഠിപ്പിച്ചു. ഇന്നത്തെ കുട്ടികൾക്ക് ഞാൻ നോക്കിയിട്ട് പഠിക്കേണ്ട 1-2 സബ്ജക്റ്റുകളുണ്ട്. അതിലൊന്നാണ് സാഹിത്യം. നിങ്ങൾക്ക് സാഹിത്യ പഠനം വളരെ കുറവാണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമാണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്. രണ്ടാമതായി നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ലോസ് ഓഫ് നേച്ചർ. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ സബ്ജക്റ്റുകൾ അതിലൊക്കെ പിന്നോട്ടാണ്. ലോസ് ഓഫ് നേച്ചർ. അപ്പം അന്ന് മിഡീവൽ പീരീഡിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ലോസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൂടെ ഇടയ്ക്കിടയ്ക്ക് ചീറ്റൽ
പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മധ്യകാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ വാസ് റിസ്ട്രിക്റ്റഡ്. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയച്ചിരുന്നില്ല. എന്തൊരു സന്തോഷം, അതൊക്കെ മുഖമൊക്കെ അങ്ങ് പൊട്ടി വിടുന്നു. മധ്യകാലത്ത് എങ്ങാനും ജീവിച്ചാൽ മതിയായിരുന്നു, പഠിക്കാൻ പോകണ്ടായിരുന്നു. സത്യമാണ്, മധ്യകാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഈ പ്രായത്തിൽ കെട്ടിച്ചു വിട്ടാനെ. അങ്ങനെ ഒരു അഡ്വാൻസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പോകണ്ട, പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. പിന്നെ പഠിക്കാൻ അനുവാദം കിട്ടിയിരുന്നത് എന്ന് പറയുന്നത് those who got the rare opportunity for education were nuns and the children of rulers and nobles. രണ്ട് വിഭാഗങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശം ലഭിച്ചിരുന്നുള്ളൂ. ഒന്ന് നൺസിനാണ്, ഈ കന്യാസ്ത്രീകളുള്ളത്, അവർക്കായിരുന്നു ഒരു ചാൻസ് കിട്ടിയിരുന്നത്. പിന്നെ ഉള്ളത് വളരെ റിച്ചസ്റ്റ് ആയ നോബിൾസിന്റെയോ ഏതിന്റെയോ നൺസാണ് കന്യാസ്ത്രീ. നമ്മളെ കന്യാസ്ത്രീകളില്ലേ, കന്യാസ്ത്രീകൾ. അത് തന്നെ അവരെയാണ് നൺസ് എന്ന് പറയുക. അപ്പൊ ആ നൺസ് ആകുന്ന, കന്യാസ്ത്രീ ആകുന്ന പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവകാശം ലഭിച്ചിരുന്നു. അത് അവരുടെ സഭയുടെ കീഴിലുള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സായും മറ്റുമൊക്കെ ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പിന്നെ രണ്ടാമത് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നമ്മുടെ നോബിൾസ്, അതായത് പ്രഭുക്കന്മാരുടെയും അതുപോലെ തന്നെ ഈ റൂളേഴ്സ് ഉണ്ടല്ലോ, ഭരണാധികാരികളുടെയും ഒക്കെ മക്കൾക്ക് പഠിക്കുവാനുള്ള അവകാശം ലഭിച്ചിരുന്നു. സാധാരണ വീടുകളിൽ ജനിച്ചിരുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് എന്തിനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല. ഓക്കെ, സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല. മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കാം. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസം വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പറയുന്നത് the medieval education was not confined to the primary level. University education also began to flourish. The main subjects taught in universities were philosophy, literature, medicine, languages, geometry and law. പ്രാഥമികമായി സ്കൂളുകളിൽ പോയി വിദ്യാലയങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടി എന്ന് കരുതി അവിടം കൊണ്ട് വിദ്യാഭ്യാസം തീർന്നിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ ഉന്നത പഠനത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടില്ല. യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കലാലയങ്ങൾ ഒരുപാട്, ആ ഒരു സമയത്ത് ലോകത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ 12 യൂണിവേഴ്സിറ്റീസ് ഉണ്ടായി. അപ്പൊ അവിടെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിരുന്നു. പ്രധാനമായും അവിടെ പഠിപ്പിച്ചിരുന്നത് ഫിലോസഫി, തത്വശാസ്ത്രം, ലിറ്ററേച്ചർ, സാഹിത്യം, മെഡിസിൻ. മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടറാവാൻ പഠിക്കത്തില്ല, ഡോക്ടർ. വൈദ്യശാസ്ത്രം, ദെൻ ലാംഗ്വേജസ്, വിവിധ ഭാഷകൾ, ജിയോമെട്രി, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ് ജിയോമെട്രി ആൻഡ് ലോ, നിയമം. ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഈ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാമായി. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ എന്താ? ഇവിടെ 10ാം ക്ലാസ് ജയിക്കുന്ന പാട് ഞങ്ങൾക്കും ദൈവത്തിനും അറിയാവും, അന്നേരമാണ് സാറ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നേക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മള് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പലരും പറയാറുണ്ട്, നിങ്ങൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും പറയും 7ാം ക്ലാസ് നിങ്ങൾ ജയിക്കണം, 7ാം ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, UP സെക്ഷൻ ആണെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 7ാം ക്ലാസ് ജയിക്കുന്നതോടെ കളക്ടർ ആവാം. ചുമ്മാതാണ്. 7ാം ക്ലാസ് അയച്ചാൽ നിങ്ങളെ കൊണ്ട് 8ാം ക്ലാസ്സിലാക്കും, അല്ലെ? 8ഉം 9ഉം പഠിക്കുമ്പോൾ എല്ലാവരും പറയും 10ാം ക്ലാസ് SSLC is your turning point, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാണ്. ചുമ്മാതാ. 10ാം ക്ലാസ് ആയിരിക്കും പറയും പോയി +1 +2 പഠിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും +2 പഠിച്ചിട്ട് പഠിക്കാൻ നിർത്താന്ന്. വെറുതെയാ. വീട്ടുകാർ കൊണ്ടുവന്ന് BA ആക്കും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കാശ് കൊടുത്തെങ്കിലും കൊണ്ടുവന്ന് ഡിഗ്രിക്ക് ചേർക്കും, അല്ലെങ്കിൽ കൊണ്ടുവന്ന് എഞ്ചിനീയറിംഗിനാക്കും, അതല്ലെങ്കിൽ കൊണ്ടുവന്ന് മെഡിസിൻ പഠിപ്പിക്കാനും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് പഠിച്ചു തന്നാൽ അവസാനിക്കുന്നു. വെറുതെയാ.
പിന്നെ അതിന് ഉന്നത പഠനമുണ്ട്, വീട്ടുകാർ അതിനുണ്ടാകും. അത് കഴിഞ്ഞ് തരുമ്പോൾ നിങ്ങൾ കഴിക്കും രക്ഷപ്പെട്ടത്. അപ്പം വീട്ടുകാരെല്ലാം പൊക്കിയെടുക്കുന്നത് എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ചാൽ അവിടെ കൊണ്ടിരുത്തും. ജീവിതം മുഴുവൻ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിലും തീരും എന്ന് പ്രതീക്ഷിക്കരുത്. അപ്പൊ നിങ്ങൾ പെൺപിള്ളാരായിരിക്കും ആ ചുമ്മാരി ഞങ്ങൾ കല്യാണം കഴിച്ചൊക്കെ പോയിട്ട് ഞങ്ങളെ പണിക്ക് വിട്ടിട്ട് ഞങ്ങൾ വീട്ടിയിരിക്കും. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇപ്പം ഹലോ ഹലോ, ആരോ ഒരാൾ സംസാരിച്ചു, എന്താ പറഞ്ഞേ? ആരായി അടി ഇരിക്കുന്ന ആൾ വരാന്നറിയാൻ വയ്യല്ലോ. ഇത് ആരാണ്? ഇത് എൻ എന്ന ഇതിൽ കിടക്കുന്നത് ആരാണ്? ആ ആൾ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഒന്നും വ്യക്തമായില്ല കേട്ടോ. നിസാം ഹൈദ്രോസ് കുഞ്ഞ്, ആ സമിയ, മക്കളെ നീ കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഒരു രക്ഷയില്ല. സോ എന്തായാലും നിങ്ങൾ എവിടെ ചെന്നാലും പഠിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യം നിങ്ങൾ ഒരു കാലത്തും മറക്കണ്ട. അപ്പൊ എന്തായാലും 11-12 നൂറ്റാണ്ട് സമയത്ത് രാജ്യത്ത് നിരവധി യൂണിവേഴ്സിറ്റീസ്, നിരവധി കലാലയങ്ങൾ വളർന്നു വന്നു. അതിൽ ഏറ്റവും ഫേമസ് ആയ 4 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇറ്റലിയിൽ വളർന്നു വന്ന ബൊളോഗ്ന യൂണിവേഴ്സിറ്റി, 2 ടർക്കിയിൽ വളർന്നു വന്ന കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി, 3 ഫ്രാൻസിലെ പാരീസിൽ വളർന്നു വന്ന യൂണിവേഴ്സിറ്റി, 4 ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ ഫേമസ് ആയിട്ട് ഇന്നും ഈ യൂണിവേഴ്സിറ്റീസ് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ ഈ മധ്യകാല വിദ്യാഭ്യാസത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് എടുത്താൽ ഒന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഓഫ് വിമൻ വാസ് റെസ്ട്രിക്റ്റഡ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കത്തില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാത്ത ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു അന്ന് ഫോളോ ചെയ്തിരുന്നത്. പിന്നെ സ്ത്രീകളിൽ തന്നെ നൺസിനും അതുപോലെ തന്നെ ചിൽഡ്രൻ ഓഫ് നോബിൾസ് ആൻഡ് റൂളേഴ്സ്, പ്രഭുക്കന്മാരുടെയും റൂളേഴ്സിന്റെയും കുട്ടികൾക്കും എന്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു. റയർ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ വെയർ നൺസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ്. ഇത് മധ്യ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഫീച്ചറായി നമുക്ക് പറയാൻ കഴിയുന്നത് the medieval education was not confined to the primary level. പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ട് മധ്യകാല വിദ്യാഭ്യാസം അവസാനിക്കുന്നില്ല, മറിച്ച് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൾസോ began to flourish. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയി നിലകൊണ്ടിരുന്നു. അവിടെ അവരെ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിരുന്നു. 11-12 നൂറ്റാണ്ടുകളിൽ നിരവധി യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ലോകത്ത് ഉയർന്നു വന്നു. അതിൽ ഒന്ന് ബൊലോഗ്ന ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കി, ഫ്രാൻസിലെ പാരീസ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അപ്പൊ ഇതൊക്കെ ആ സമയത്ത് ഉയർന്നു വന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്കെ, then another important university was the Cordova University established by the Arabs in Spain. മറ്റൊരു പ്രധാനപ്പെട്ട കലാലയം അല്ലെങ്കിൽ ഉന്നത പഠന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കോർഡോവ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി രൂപീകരിച്ചത് അറേബ്യൻസാണ്, അറബികളാണ്. അറ്റ് സ്പെയിൻ, സ്പെയിനിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. One of the important features of this university was the library which had thousands of manuscripts. കോർഡോവ യൂണിവേഴ്സിറ്റിയെ ഫേമസ് ആക്കിയത് ആ യൂണിവേഴ്സിറ്റിയുടെ ആ കലാലയത്തിന്റെ ലൈബ്രറിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ലൈബ്രറി, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ലൈബ്രറി ഇല്ലേ? പിന്നെ എന്താണ് കോർഡോവ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ പ്രത്യേകത? ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ
ആ ലൈബ്രറിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ആ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി. കാരണം ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മാന്യൂസ്ക്രിപ്റ്റഡ് ആയിരുന്നു. അതായത് വ്യക്തികൾ അവരുടെ കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയ ഒറിജിനൽ കോപ്പീസ്. ദാറ്റ് വാസ് നോട്ട് പ്രിന്റഡ്. ഒറിജിനൽ എഴുതപ്പെട്ട ഒറിജിനൽ കോപ്പീസ് ആയിരുന്നു ഈ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പണ്ട് ഈ അച്ചടിയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് 1-2 കോപ്പികളെ എഴുതി ഉണ്ടാക്കും, അല്ലാതെ പിന്നെ വാരി വലിച്ചിട്ട് എഴുതാനൊന്നും ആരും നിൽക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആയിരക്കണക്കിന് എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. ദിസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡഡ് ഫെസിലിറ്റീസ് ഫോർ ലേണിംഗ് ലാംഗ്വേജസ്. കൂടുതലും ഭാഷാ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് കൊർഡോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഗ്രീക്ക്, സിറിയക്ക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ്, അറബിക് വേർഷൻ തുടങ്ങി നിരവധി ലാംഗ്വേജുകൾക്കും ഈ യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം സംസ്കൃതം എന്ന ലാംഗ്വേജ് പോയിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്നുമാണ്. അപ്പോൾ സംസ്കൃതം എന്ന ദേവഭാഷ കൂടി പഠിപ്പിക്കുവാൻ ഈ യൂണിവേഴ്സിറ്റി അതിന്റെ അവസരം കുട്ടികൾക്ക്, അല്ലെങ്കിൽ പഠിക്കുവാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. The advancement of education was not confined to Europe. It began to prosper in Central Asia during the period of Abbasid Caliphate. അപ്പോൾ യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വിദ്യാഭ്യാസം എന്ന രീതി ഇപ്പൊ മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യയുടെയൊക്കെ പാരമ്പര്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായമാണ്. നമ്മൾ പഴയ സീരിയലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ സീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുട്ടികളെ ഗുരുകുലത്തിലേക്ക് പഠിക്കാൻ വിടുന്ന ഒരു രീതി. ഒരു പ്രായമാകുമ്പോൾ പിള്ളേരെ പറഞ്ഞ് ഗുരുകുലത്തിൽ വിടും. ഗുരുവിനോടൊപ്പം പോയി നിന്ന് അവിടെ ചെന്നിരുന്ന് അവിടെ ഗുരുവിനോടൊപ്പം താമസിച്ചുള്ള സൗകര്യത്തിലൊക്കെ ജീവിച്ചാണ് കുട്ടികൾ എന്ത് ചെയ്തിരുന്നത്, പഠിച്ചിരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഗുരുകുല സമ്പ്രദായമായിരുന്നു ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ അബ്ബാസിഡ് ഖലീഫേറ്റ്, നമ്മുടെ അറേബ്യൻ രാജ്യത്ത്, അറേബ്യ കൺട്രീസിൽ അബ്ബാസിഡുകളുടെ ഭരണം വന്നതോടുകൂടി സെൻട്രൽ ഏഷ്യയിലേക്കും അല്ലെങ്കിൽ മധ്യ ഏഷ്യയിലേക്കും ഈ എഡ്യൂക്കേഷൻസ് കടന്നു വന്നു. അതിന്റെ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് കടന്നു വന്ന എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസ രീതിയുടെ, അബ്ബാസിദുകൾ വഴി കടന്നു വന്ന വിദ്യാഭ്യാസ രീതിയുടെ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് മക്തബ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെട്ടിരുന്നത് മക്തബുകൾ എന്നാണ്. 10ാം നൂറ്റാണ്ട് മുതലാണ് ഇവ രൂപീകരിക്കപ്പെട്ടത്. വേർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് മക്തബുകൾ വഴി വിദ്യാഭ്യാസം നൽകിയിരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ പണ്ട് മിക്കവാറും ഒക്കെ പറയുന്നവരുണ്ട്, ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കില്ല, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല എന്നൊരു രീതി. എന്നാൽ അബ്ബാസിദുകളുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. സ്ത്രീകൾക്കായിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം ഈ മക്തബുകളിൽ ടീച്ചേഴ്സായി നിയോഗിക്കപ്പെടുന്നവർ മുഴുവൻ അറബിക് സ്ത്രീകൾ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഭരണാധികാരികളാണ് സ്ത്രീകൾ അടച്ചിടപ്പെടേണ്ടവരാണ്, അവർ വീടുകളിൽ തന്നെ തളച്ചിടപ്പെടേണ്ടവരാണെന്നുള്ള രീതിയിലേക്ക് മാറിയത്. ഇന്ന് വീണ്ടും ആ മാറ്റങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അലൗഡ് ചെയ്യും. മറ്റേ സ്ത്രീകൾക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ല, സ്ത്രീകൾ വണ്ടി ഓടിക്കേണ്ട എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇന്ന് ആ രീതികളൊക്കെ മാറിയിരിക്കുന്നു. കാര്യം പുത്തൻ ജനറേഷൻ, പുതിയ ജനറേഷൻസ് ഭരണത്തിലേക്ക് വന്നപ്പോൾ അവർ അവരുടേതായ വിദ്യാഭ്യാസം നേടിയ ജനറേഷൻ ആകുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ കാതലായ മാറ്റങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു രണ്ട് വർഷം കൊണ്ടായതേ ഉള്ളൂ, 1 വർഷം 2 വർഷം ആയതേ ഉള്ളൂ, സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള അവകാശം കൊടുത്തത്. ഇപ്പൊ നിങ്ങളെ പോലെയൊന്നും അല്ല, അവിടുത്തെ പെൺകുട്ടികളത് കിട്ടിയ ഉടനെ തന്നെ വണ്ടി എടുത്ത് ആ റോഡിലൂടെ ചീറിപ്പായുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. നിങ്ങളൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരുടെ നെഞ്ചത്ത് തെറ്റി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പെൺപിള്ളേർക്ക് അത് ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ള പെൺപിള്ളേരുണ്ട്. എന്റെ വീട്ടിലേക്കുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹർത്താലായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ആ വണ്ടി മാത്രമേ റോട്ടിൽ കാണും. കാര്യം റോഡ് നിറഞ്ഞ് വണ്ടി ഇങ്ങനെ നിൽക്കും, അല്ലെ? നമ്മുടെ ഒരു രീതി അതാണ്. മിക്കവാറും ആക്സിഡന്റുകൾക്ക് കാരണവും നമ്മുടെ പെൺപിള്ളേരാണ്. സോ ഇജാസ് എന്ന ഡിഗ്രി, ഒരു ഡിഗ്രിയുടെ പേരാണത്. ഇജാസ് എന്ന ഡിഗ്രി കരസ്ഥമാക്കി കഴിഞ്ഞാൽ, ചുമ്മാതെ അവർ സ്ത്രീ ആണെന്നുള്ള പേര് ജോലിയൊന്നും കൊടുക്കത്തില്ല.
ഇജാസ് എന്ന ഡിഗ്രി കരസ്ഥമാക്കിയാൽ, വിദ്യാഭ്യാസം വേണം, പഠിച്ച് ഇജാസ് എന്ന ഡിഗ്രി കരസ്ഥമാക്കിയാൽ അന്ന് അറബിക് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ആയിട്ട് പഠിപ്പിക്കുവാനുള്ള അവകാശം അബ്ബാസിഡ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ നൽകിയിരുന്നു. സോ അത്രയും നിൽക്കട്ടെ. ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിക്കണം. പരീക്ഷയുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 15 അല്ലെങ്കിൽ 20 മാർക്കിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ കൊള്ളാല്ലേ, ഇത് ഇന്നലെ കൂടെ പഠിച്ചല്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ട വായി തോന്നുന്നു എഴുതി വെക്കരുത്. അതുപോലെ പേപ്പർ പപ്പടം പോലെ പൊടിക്കരുത്. ഈ പേപ്പറൊക്കെ നമ്മളെ കൈ വരുമ്പോഴത്തേക്ക് ഒരു വൃത്തിയും മെനയൊക്കെ അതിനില്ലെങ്കിൽ ഞാൻ ആ പേപ്പറിനകത്ത് എഴുതി വെക്കും മന്ദബുദ്ധിപ്പുള്ള, എന്നിട്ട് വലിയ സീറോ ഒക്കെ ഇട്ട് അതിനകത്ത് നിങ്ങളെ പടവും വരച്ച് വെക്കും. എന്നിട്ട് ഞാൻ എടുത്ത് ഫേസ്ബുക്കിൽ ഇടും. അതുകൊണ്ട് എഴുതുമ്പോൾ മാന്യമായിട്ട് എഴുതുക, പേപ്പറിനകത്ത് വൃത്തിയൊക്കെ വേണം കേട്ടോ.